ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2023 പുറത്തിറങ്ങിയ ചീനി 2 എന്ന ബംഗാളി സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. ഇവിടെ നിൽക്കുന്നില്ലേ, ഇവരുടെ പേരാണ് ചീനി. ഇവരൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആരുടെയും ശ്രദ്ധയൊന്നും കിട്ടാതെ ശരാശരിയായി മിഡിൽ ബെഞ്ചിലാണ് അവർ ജീവിച്ചിരുന്നത്. അവർക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ നേടാനായില്ല. പ്രണയം ഉണ്ടായിരുന്നു, അതും നേടാനായില്ല. കോളേജ് കാലത്ത് ഒരു പയ്യനെ വളരെ സീരിയസ് ആയിട്ട് അവർ സ്നേഹിച്ചിരുന്നു. എന്നാൽ ആ പയ്യനാകട്ടെ അടുത്തുള്ള വേറൊരു പെൺകുട്ടിയെ നോക്കി പോവാണ്. കാരണം ചോദിച്ചപ്പോൾ നമ്മുടെ ചീനിയെ കാണാൻ ഭംഗിയില്ല, ഒരു ബാഗ് പോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് കഥകൾ പറയും. ഇതിൽ നിന്ന് നമ്മുടെ ചീനി വളരെ ഡിപ്രഷൻ നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് പോവാണ്. അപ്പോഴാണ് ജീവിതത്തിൽ അവരൊരു തീരുമാനം എടുക്കുന്നത്. താൻ ധരിക്കുന്ന ഡ്രസ്സ് പോലും തൻ്റെ ക്യാരക്ടർ തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് മുതൽ മേക്കപ്പ് വരെ എല്ലാം മാറ്റാം എന്ന് അവർ വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചീനിയെ കാണാൻ നല്ല കിടിലൻ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് മുതൽ എല്ലാം മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ മാറ്റിയതുകൊണ്ട് ഇപ്പോൾ അവരുടെ പുറകെ ഒരുപാട് പയ്യന്മാർ നടക്കുന്നുണ്ട്. എന്നാൽ ചീനിക്കിപ്പോൾ ലവിനോട് ഒരു താല്പര്യമില്ല. അവസാനം വരെ സിംഗിൾ ആയിരിക്കും എന്നൊരു ശബ്ദത്തോടെ വളരെ ജോളിയായിട്ട് അവരുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വശത്ത് മിഷ്ടി എന്ന പേരുള്ള മറ്റൊരു ആൻറ്റിയെ കാണിക്കുന്നു. ആ ആൻറ്റി ഇടയ്ക്കിടെ ഭർത്താവുമായി വഴക്കിട്ട് സ്വന്തം അമ്മയുടെ വീട്ടിൽ വരും. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമാവുന്നു. ഇപ്പോഴും വഴക്കിട്ട് അമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. എന്താ മോളെ, ഇത്തവണ എത്ര ദിവസം നിൽക്കാനാണ് എന്ന് അമ്മയും കളിയാക്കുന്നത് പോലെ ചോദിക്കുന്നു. നിന്റെ വീട്ടിൽ ഒരു അലമാര വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഇവിടെയും ഒരെണ്ണം വാങ്ങി വെക്കാം എന്നാ കരുതുന്നത്. ഇടയ്ക്കിടെ വരുമ്പോൾ തുണിയൊന്നും എടുത്തുകൊണ്ട് വരണ്ട, ഇവിടെ തന്നെ വെച്ചിട്ട് പൊക്കോ എന്നും പറയുന്നുണ്ട്. ഇവിടെയും മിഷ്ടി ആൻറ്റി ഇരുന്ന് കരച്ചിലോട് കരച്ചിലാണ്. ശരി, ഇത്തവണ നിന്റെ ഭർത്താവ് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ആൻറ്റി അദ്ദേഹം എന്നോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് കരയുന്നു. ഈ ആൻറ്റിക്ക് കുറച്ച് വണ്ണം ഉള്ളതുകൊണ്ട് ഭർത്താവ് എപ്പോഴും കണ്ടാൽ അവരെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. വളരെ സങ്കടപ്പെടുത്തുന്ന രീതിയിലാണ് ചില വാക്കുകൾ സംസാരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇവർ കുറച്ച് വണ്ണം വെച്ചതുകൊണ്ട് ഇവർക്കറിയാതെ ഭർത്താവ് വേറൊരു പെൺകുട്ടിയുമായി ബാത്റൂമിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ ഇവരൊളിഞ്ഞ് കേൾക്കുന്നുണ്ട്. തൻ്റെ ഭർത്താവിനിപ്പോൾ ഒരുപാട് ഫ്രണ്ട്സായി, ഒരുപാട് പെണ്ണുങ്ങളുമായി ബന്ധമായി എന്ന് പറഞ്ഞാൽ അവർ വല്ലാതെ ഭയപ്പെടുന്നു. നിങ്ങൾക്കും നമ്മുടെ മകൾക്കും എപ്പോഴും വെച്ച് വിളമ്പെന്നാണ് എൻ്റെ പണി. എനിക്കൊരു ബഹുമാനം പോലും നിങ്ങൾ രണ്ടുപേരും തരുന്നില്ല. വേലക്കാരിയേക്കാൾ വളരെ മോശമായിട്ടാണ് നിങ്ങൾ എന്നോട് പെരുമാറുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കരമായ വഴക്കിട്ട് സ്വന്തം മകളോട് തന്നെ വന്ന് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാണ്. നീ എൻ്റെ കൂടെ വരുന്നെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നോ. അതിനവൾ അവിടെ വന്നാൽ ഭയങ്കര ബോറാണ്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് ധിക്കാരത്തോടെ സംസാരിക്കുന്നു. അങ്ങനെയാണ് ഈ ആൻറ്റി ഇപ്പോൾ അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ അമ്മയോടും ഇതെല്ലാം പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അപ്പോഴാണ് അവരുടെ വീട്ടിലെ വേലക്കാരി ഒരു കാറ് വരുന്ന സൗണ്ട് കേട്ടു എന്ന് പറയുന്നത്. ആ കാറിൽ ആരാ വരുന്നതെന്ന് നോക്കുമ്പോൾ അവരുടെ വീടിന്റെ മുകളിലത്തെ നില ചീനി എന്നൊരു പെൺകുട്ടിക്ക് വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും ആ പെൺകുട്ടിയാണ് രാത്രി ഏതൊരു പയ്യന്റെ കൂടെ ഡേറ്റിങ്ങിന് പോയിട്ട് വരുന്നതെന്നും പറയുന്നു. അവൾ വളരെ മോഡേൺ ആയ പെൺകുട്ടിയാണ്, നല്ല ജോളി ടൈപ്പാണ്, ഞങ്ങളോട് വളരെ രസകരമായിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അവിടെ ആൻറ്റിയോടും പറയുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റിക്കും ആ ചീനിയെ കാണാൻ തോന്നുകയാണ്. ഇവിടെ നമ്മുടെ ചീനിയും ഒരു പയ്യനുമായി ഡേറ്റ് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് വരികയാണ്. ഇപ്പോൾ ആ പയ്യൻ ഞാൻ നിന്നെ ലവ് ചെയ്യുന്നു എന്നൊക്കെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഏയ്, ഞാൻ ഡേറ്റിന് മാത്രമേ വരൂ, ഈ ലവിലൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ, നിനക്ക് പറ്റിയവൾ വേറെ കാണും, അവളെ പോയി നോക്കിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നൈസായി എസ്കേപ്പ് ആവുന്നു. അപ്പോഴാണ് ആദ്യമായി നമ്മുടെ ചീനിയും ആ ആൻറ്റിയും മീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൻറ്റിയും രാത്രി മുഴുവൻ ഭർത്താവ് വഴക്കുണ്ടാക്കിയതും വഴക്ക് പറഞ്ഞൊക്കെ ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മുകളിലത്തെ വീട്ടിലിരിക്കുന്ന ചീനിയും കേൾക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ചീനിയും ഒരു തുണിക്കടയിലാണ് ജോലി നോക്കുന്നത്. ഒരു ഡിസൈനറായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അവരുടെ ഓണർ ആണെങ്കിൽ നിനക്കൊരു സാരി പോലും സെലക്ട് ചെയ്യാൻ അറിയില്ലേ എന്ന് പറഞ്ഞ് എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. മറുവശത്ത് അനിരുദ്ധ് എന്ന പേരുള്ള ഒരു പയ്യനെ കാണിക്കുന്നു. ആ പയ്യനും പാർവതി എന്നൊരു പെൺകുട്ടിയെ വളരെ സീരിയസ് ആയിട്ട് ലവ് ചെയ്യുന്നുണ്ട്. അവൻ വളരെ തങ്കപ്പെട്ട ഒരു പയ്യനാണ്, എപ്പോഴും ആ പെൺകുട്ടിയുടെ പിന്നാലെ തന്നെ പോകും. എന്നാൽ ആ പെൺകുട്ടി അങ്ങനെയല്ല, കുറച്ച് മോഡേൺ ആയ പെൺകുട്ടിയാണ്. പ്രധാനമായിട്ടും ആ പെൺകുട്ടിയുടെ കണ്ണ് മുഴുവൻ ഈ അനിരുദ്ധിന്റെ പേഴ്സിലാണ്. അങ്ങനെ അവനിൽ നിന്ന് ഫോൺ വാങ്ങിക്കുന്നത്, മാസത്തിൽ 15,000 രൂപ മുതൽ 20,000 രൂപ വരെ അവനെ കൊണ്ട് ചെലവാക്കിപ്പിക്കുന്നത് എല്ലാം അവളാണ്. എന്തിനേറെ ആ പെൺകുട്ടി താമസിക്കുന്ന റൂമിന്റെ വാടക കാശ് പോലും നമ്മുടെ അനിരുദ്ധാണ് കൊടുക്കുന്നത്. അനിരുദ്ധിനോട് അവന്റെ ഫ്രണ്ട് ഇതൊന്നും ഒരു റിലേഷൻഷിപ്പായിട്ട് തോന്നുന്നില്ല, ആ പെൺകുട്ടി നിന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് എത്ര അഡ്വൈസ് ചെയ്തിട്ടും അനിരുദ്ധ ആ പാർവതിയെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ ആ പെൺകുട്ടിയെ വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല. ആ പെൺകുട്ടി മദ്യപിക്കും. രാത്രി അനിരുദ്ധാണ് ഭദ്രമായി വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നത്. അനിരുദ്ധ് എത്രയോ വട്ടം നിന്റെ ബോയ് ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും രാത്രി സമയത്ത് പബ്ബിൽ പോരുതെന്ന് പറഞ്ഞാലും ആ പെൺകുട്ടി കേൾക്കില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ അനിരുദ്ധ് ഒരു കോഫി ഷോപ്പിലിരിക്കുമ്പോൾ അതേ കോഫി ഷോപ്പിലേക്ക് നമ്മുടെ ചീനിയും വരുന്നുണ്ട്. നമ്മുടെ ചീനി അവളുടെ ഫ്രണ്ട്സിനൊപ്പമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കോഫി ഷോപ്പിലേക്ക് ചീനിയുടെ അപ്പച്ചി വരുന്നുണ്ട്. അയ്യോ, അപ്പച്ചിയോ, ഈ സ്ഥലത്തേക്ക് വന്നോ? ഇവർ സംസാരിച്ച് ബോറടിപ്പിക്കുമല്ലോ, എങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതി ചുറ്റും നോക്കുമ്പോഴാണ് അനിരുദ്ധിനെ കാണുന്നത്.
അപ്പച്ചി അതാണ് എൻ്റെ ബോസ്, ജോലി സംബന്ധമായി അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് വരാം, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് രക്ഷപ്പെടാനായി നേരെ നമ്മുടെ അനിരുദ്ധിന്റെ അടുത്തേക്ക് വന്ന് ഒരു ഹായ് പറയുന്നു. കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടെ, എൻ്റെ അപ്പച്ചിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിന് അവന്റെ കാമുക്ക് പാർവതി കോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചീനയുടെ ശബ്ദം കേട്ട് പാർവതിയും ആരാ കൂടെയുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞ് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. അനിരുദ്ധ് പേടിച്ചിട്ട് ആരുമില്ല, എൻ്റെ ക്ലയന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ചീനിക്ക് ചിരിയാണ് വരുന്നത്. ഫോണിൽ ആരാ, നിങ്ങളുടെ വൈഫാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല ഗേൾ ഫ്രണ്ട് ആണ് എന്ന് അനിരുദ്ധ് പറയുന്നു. ഗേൾ ഫ്രണ്ടോ? ഗേൾ ഫ്രണ്ടിനെ ഇത്ര പേടിക്കുന്നോ? അവരെന്താ നിങ്ങളെയും ഇത്ര പ്രൊട്ടക്ട് ചെയ്യുന്നത്? കാണാൻ ഹെൽത്തി ആയ ഒരു റിലേഷൻഷിപ്പ് പോലെ തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഇവരുടെ അപ്പച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. നിങ്ങളുടെ അപ്പച്ചി പോയല്ലോ, വന്ന ജോലി നോക്ക്, ചുമ്മാ ആവശ്യമില്ലാതെ എൻ്റെ റിലേഷൻഷിപ്പിലൊന്നും ഇടപെടരുത് എന്ന് അനിരുദ്ധും പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നിയ ഉപദേശം ഞാൻ നിങ്ങൾക്ക് തന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ആ പെൺകുട്ടി കാരണം സങ്കടപ്പെട്ടാൽ എന്നെ ഓർമ്മ വെച്ചാൽ മതി, എൻ്റെ നമ്പറിലേക്ക് വിളിക്കണം. ഇതുപോലെ ഫ്രീ ആയിട്ട് ഒരുപാട് അഡ്വൈസ് ഞാൻ തരും എന്ന് പറഞ്ഞ് അവളുടെ നമ്പറും കൊടുത്തിട്ട് പോവാണ്. ഇപ്പോൾ ചീനി പതിവ് പോലെ അവളുടെ മുകളിലത്തെ വീട്ടിലിരിക്കുമ്പോഴാണ് താഴത്തെ വീട്ടിലിരിക്കുന്ന മിഷ്ടി ഒരു സങ്കടപ്പാട്ട് കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ ആൻറ്റി വീട്ടിൽ വന്നത് മുതൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് കരുതി അവരുടെ വീട്ടിൽ പോയിട്ട് ആ പാട്ട് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ ആൻറ്റി പ്രശ്നം എന്ന് ചോദിക്കുന്നു. ഇതെൻ്റെ വീടാണ്, എൻ്റെ TV ആണ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, നീ ഇതിലൊന്നും ഇടപെടരുത് എന്ന് പറഞ്ഞ് ആ ആൻറ്റിയും ഒച്ച വെക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 12 ആൻറ്റി, ഉറക്കം വരുന്നില്ലേ? ഇതാ ഈ ഉറക്കഗുളിക കഴിച്ചിട്ട് ഉറങ്ങിക്കോ, മുകളിൽ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല ആൻറ്റി എന്ന് പറയുമ്പോൾ നിനക്ക് നിന്റെ പ്രശ്നം, എനിക്ക് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ആൻറ്റി വളരെ സങ്കടത്തോടെ സംസാരിക്കുന്നു. എല്ലാത്തിനും സങ്കടപ്പെട്ടിരുന്നത് കൊണ്ട് ഉത്തരം കിട്ടില്ല ആൻറ്റി, സമാധാനപരമായ ഉറക്കം നമ്മുടെ ജീവിതം മാറ്റുമെന്ന് പറഞ്ഞിട്ട് അവൾ പോവാണ്. അതനുസരിച്ച് ആ ആൻറ്റിയും ഇപ്പോൾ സമാധാനമായി ഉറങ്ങുന്നു. അടുത്ത ദിവസം മിഷ്ടി ആൻറ്റിക്ക് അവരുടെ മകളെ ഓർമ്മ വരുന്നുണ്ട്. രാവിലെ തന്നെ മകൾക്ക് കോൾ ചെയ്ത് സംസാരിക്കാൻ നോക്കുമ്പോൾ മകളും പറഞ്ഞില്ലേ കഴിച്ചു, അമ്മയ്ക്ക് ജോലി കാണും, എപ്പോഴും ഫോൺ വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മൾ ദേഷ്യപ്പെട്ട് അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്, അപ്പോൾ പോലും മകൾക്ക് എൻ്റെ മേലെ സ്നേഹമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ആൻറ്റി വിചാരിക്കുമ്പോൾ അപ്പോഴാണ് അതേ സമയത്ത് നമ്മുടെ ചീനി ജോഗിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ മിഷ്ടി വഴിയിൽ നിൽക്കുന്നത് കണ്ടിട്ട് ആൻറ്റി കുറച്ചൊന്ന് മാറ് എന്ന് പറയുമ്പോൾ ചുമ്മാ ആൻറ്റി എന്ന് വിളിക്കരുത്, ഞാനെന്താ നിന്റെ ആൻറ്റിയാണോ എന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെടുന്നു. ശരി, നിങ്ങളുടെ പേരെന്താ? മിഷ്ടി. മിഷ്ടി എന്ന് തന്നെ വിളിക്കാം എന്ന് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട്. എന്താ മോളെ രാവിലെ തന്നെ ആ പെൺകുട്ടിയോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്? ഓൾറെഡി എൻ്റെ മകൾ മിഷ്ടിക്ക് അവളുടെ ഭർത്താവ് പോയല്ലോ എന്ന സങ്കടമാണ്, മിണ്ടാതെ പോവും മോളെ ചീനി എന്ന് മിഷ്ടിയുടെ അമ്മയും പറയുന്നുണ്ട്. ഇപ്പോൾ ചീനി കുറച്ച് ആലോചിച്ചിട്ട് ആ മിഷ്ടി ആൻറ്റിയുടെ അടുത്തേക്ക് വന്നിട്ട് ആൻറ്റി നിങ്ങളുടെ ഭർത്താവ് വഴക്ക് പറയുന്നു, ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സങ്കടപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാണ്? തിരികെ അദ്ദേഹത്തിന് തന്നെ കോൾ ചെയ്തിട്ട് കഴിച്ചോ, ഇതവിടെ വെച്ചോ, അതവിടെ വെച്ചോ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭർത്താവിനും മകൾക്കും അറ്റൻഷൻ കൊടുക്കുന്നത് നിർത്ത്, അപ്പോൾ മാത്രമേ അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാകൂ, അവർ നിങ്ങളെ തേടി വരും എന്ന് നമ്മുടെ ചീനി സിമ്പിളായിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഈ മിഷ്ടിയുടെ ഭർത്താവിനെയും കാണിക്കുന്നുണ്ട്. അദ്ദേഹം വീട്ടിലിരുന്ന് TV ആണ് കാണുക. TV-യിൽ ബാറ്ററിയുടെ ചാർജ് തീരുന്നു. പുതിയ ബാറ്ററി എടുക്കാൻ അവരുടെ മകള് പോകുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഉടനെ ഭർത്താവ് ഭാര്യയായ മിഷ്ടിക്ക് കോൾ ചെയ്തിട്ട് ബാറ്ററി എവിടെ വെച്ചു എന്ന് ചോദിക്കുന്നു. ഇതിനാണോ കോൾ ചെയ്തത്? 2 ദിവസമായിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലായിട്ട് എന്തായി എന്നൊന്ന് ചോദിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ ഇല്ലാതെ ഇപ്പോഴാണ് ഞങ്ങൾ സമാധാനമായിട്ടിരിക്കുന്നത്, ബാറ്ററി എവിടെ വെച്ചെന്ന് പറ, എനിക്ക് 100 ജോലിയുണ്ട് എന്ന് അദ്ദേഹം ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ മിഷ്ടിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അപ്പോഴാണ് മുകളിലത്തെ വീട്ടിലെ പെൺകുട്ടി ചീനി പറഞ്ഞത് അവർക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് മിണ്ടാതെ അറ്റൻഷൻ കൊടുക്കാതിരിക്കാം എന്ന് അവരും വിചാരിക്കുന്നു. അങ്ങനെ മുകളിൽ ആ ചീനിയുടെ റൂമിലേക്ക് പോയിട്ട് നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യാമെന്ന് കരുതുകയാണ്, പക്ഷേ എനിക്ക് കുറച്ച് പേടിയുണ്ട്, എൻ്റെ ഭർത്താവിനെ എനിക്ക് തന്നെ തിരികെ കിട്ടണം, അതിനെന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. ആൻറ്റി ആൻറ്റി എന്ന് വിളിക്കരുത്, ശരി ഇങ്ങോട്ട് നോക്ക് മിഷ്ടി, ആദ്യം നിങ്ങളുടെ ലുക്ക് തന്നെ മാറ്റണം. നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് പോലെ നിങ്ങൾ കുറച്ച് വണ്ണമുള്ള കൂട്ടത്തിലാണ്, ആദ്യം കുറച്ച് നല്ല ഷേപ്പിൽ വരണം, നല്ല ഡ്രസ്സ് ധരിക്കണം. ഇതൊക്കെ ചെയ്താലേ ഇഷ്ടപ്പെടുള്ളൂ? അയ്യോ അങ്ങനെ പറയാൻ വന്നതല്ല, യഥാർത്ഥ പ്രണയമാണെങ്കിൽ എല്ലാം ഇഷ്ടപ്പെടണം, എങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് എക്സ്ട്രാ ചെയ്ത് നോക്ക്, കുറച്ച് എക്സ്ട്രാ അട്രാക്ഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം ആ ആൻറ്റിയും കൂട്ടി ചീനി ഒരു ജിമ്മിലേക്ക് പോകുന്നു. അവിടെ പോയി ഒരുപാട് വർക്കൗട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് മിഷ്ടി അവിടെ നിന്ന് ഓടിപ്പോരുന്നുണ്ട്. അയ്യോ കുറച്ചു നേരം നടന്നപ്പോഴേക്കും നെഞ്ചുവേദന വരും പോലെ ഉണ്ട്, എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്, ഞങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞേനെ എന്ന് പറഞ്ഞ് ആ ആൻറ്റി സങ്കടപ്പെടുമ്പോൾ ആദ്യം കടല കുറച്ച് തിന്നു, അപ്പോഴാണ് എനർജി കയറുന്നത് എന്ന് പറഞ്ഞ് പുറത്ത് വന്ന് സ്നാക്സ് പോലെ വാങ്ങി തിന്നുന്നു. ഇപ്പോൾ ചീനി അവരുടെ കൂടെ തന്നെ മിഷ്ടിയെ തന്റെ ജോലി സ്ഥലത്തേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പം അതുപോലെ ചീനിയുടെ മുതലാളി അവിടെ വന്ന് ചീനിയോട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ചീനിയെ മിഷ്ടി സഹായിക്കുന്നുണ്ട്. ഒരു നല്ല ഡിസൈനിൽ സാരി എങ്ങനെ കസ്റ്റമറിന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഇവർക്ക് സഹായമായി അവർക്ക് സഹായമായി ഇവരും നിൽക്കുന്നുണ്ട്. അങ്ങനെ റോഡിലൂടെ ഇവർ നടന്നു പോകുമ്പോഴാണ് മിഷ്ടിയുടെ ഭർത്താവ് റോഡിൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത്. അയ്യോ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം കണ്ടോ, എന്നെ ഉപേക്ഷിച്ചിട്ട് വേറൊരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് റോഡിൽ നിൽക്കുകയാണ്,
ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഭർത്താവിനെ അടിക്കാൻ പോകുമ്പോൾ ഉടനെ ചീനി അവരെ കൺട്രോൾ ചെയ്തിട്ട്, എന്താ നിങ്ങളുടെ ഭർത്താവിന് പെൺകുട്ടികളായ ഫ്രണ്ട്സ് ഉണ്ടാവാൻ പാടില്ലേ, ഇതൊക്കെ ഒരു സാധാരണ കാര്യമാണ് ആൻറ്റി, ആദ്യം കുറച്ച് മോഡേൺ ആയി ചിന്തിക്കേ, വരൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ടിൻഡറിൽ ഒരു അക്കൗണ്ട് മിഷ്ടി ചീനിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കാം ആൻറ്റി, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് വിചിത്രമായി തോന്നും, എങ്കിലും അത് ചെയ്താൽ നിങ്ങൾക്കൊരു സോഷ്യൽ തിങ്കിങ് ഒക്കെ വരും. ഒരു അങ്കിൾ ഉണ്ട്, പുള്ളി ടിൻഡറിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് തന്നിട്ടുണ്ട്, പുള്ളിയുടെ കൂടെ ചുമ്മാ ഡേറ്റിങ്ങിന് പോ. അയ്യോ, എനിക്ക് കല്യാണം കഴിഞ്ഞതാണല്ലോ, നീ എന്തൊക്കെയായി പറയുന്നത്? ആൻറ്റി പേടിക്കരുത്, നിങ്ങൾ ചുമ്മാ അദ്ദേഹത്തിൻ്റെ കൂടെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുക, ഫ്രണ്ടായിട്ട് ഇടപഴകുക, അപ്പോൾ മാത്രമേ മറ്റു പുരുഷന്മാരുമായി നിങ്ങൾക്ക് സഹജമായി ഇടപഴകാൻ കഴിയൂ, നിങ്ങളുടെ ഭർത്താവിനോടുള്ള സംശയങ്ങളും നിങ്ങൾക്ക് മാറും എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്ത് രമേശ് എന്ന പേരിൽ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡിന്നർ ഡേറ്റിന് മിഷ്ടി പോകുന്നു. അവരവിടെ വളരെ പരിഭ്രമിക്കുന്നുണ്ട്, വായൊക്കെ വിറയ്ക്കുന്നുണ്ട്. തനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഞാനിപ്പോഴും സിംഗിൾ ആണ് എന്നൊക്കെ മിഷ്ടി ടെൻഷനിൽ പറയുന്നുണ്ട്. ആ രമേശ് ഒരു ടീച്ചറാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. മറുവശത്ത് രാവിലെ തന്നെ മിഷ്ടിയുടെ മകൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അവളുടെ സോക്സ് എവിടെയോ മറന്നു വെച്ചു. ഉടനെ അമ്മയ്ക്ക് കോൾ ചെയ്തിട്ട്, എൻ്റെ സോക്സ് എവിടെയാ അമ്മ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അടുത്തുള്ള ചീനി അവോയ്ഡ് ചെയ്യേ എന്ന് പറയുമ്പോൾ മിഷ്ടി, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടിയാണ്, നീ തന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. ഇപ്പോൾ മകൾക്കും എന്താ അമ്മയെ നമ്മളെ ഒഴിവാക്കുകയാണല്ലോ എന്ന് തോന്നി ഒരു വിഷമാവുന്നുണ്ട്. ഇപ്പോൾ റിലാക്സ്ഡ് ആയിട്ട് നമ്മളൊരു ട്രിപ്പ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ചീനി, ആ ആൻറ്റിയുടെ അമ്മ, അവരുടെ വീട്ടിലെ വേലക്കാരി എന്നിവർ ചേർന്ന് ഈ 4 ലേഡീസും ഒരു ട്രിപ്പ് പോകുന്നു. ആ ട്രിപ്പിൽ ഇവർ മോഡേൺ ആയ ലൈഫൊക്കെ പഠിക്കുന്നുണ്ട്, ഒരുപാട് പബ്ബും അതും ഇതുമൊക്കെ ആയി കറങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ലൈഫ് ഉണ്ടെന്ന് മിഷ്ടി ആൻറ്റിക്കും അവിടെ വെച്ചിട്ടാണ് മനസ്സിലാവുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മുടെ ചീനി ഒരു കോൾ ടാക്സിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ ക്യാഷ് ഇല്ല. ഓഫീസിൽ പോയിട്ട് ക്യാഷ് എടുത്തുകൊണ്ട് വന്ന് തരാം എന്ന് ടാക്സിക്കാരനോട് പറയുമ്പോൾ, എന്നെ പറ്റിക്കാനാണോ നോക്കുന്നത് എന്ന് പറഞ്ഞ ടാക്സിക്കാരൻ ചീനിയുമായി വഴക്കിന് വരുന്നു. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് മുൻപ് കോഫി ഷോപ്പിൽ വെച്ച് ചീനി മീറ്റ് ചെയ്ത നമ്മുടെ ഹീറോ അനിരുദ്ധ് വരുന്നത്. അവൻ തൻ്റെ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് ചീനിയെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ചീനിയും അനിരുദ്ധും അവിടെ നല്ല ഫ്രണ്ട്സായി മാറുന്നു. മറുവശത്ത് ഈ മിഷ്ടി ആൻറ്റിയും ഇപ്പോൾ കുറച്ച് ധൈര്യം സംഭരിച്ച് വേറൊരു റെസ്റ്റോറൻറ്റിൽ അതേ ടീച്ചറുടെ കൂടെ സംസാരിച്ചിരിക്കാനും തുടങ്ങുന്നു. അങ്ങനെ അവർക്ക് പുരുഷന്മാർക്കൊപ്പം സംസാരിക്കുന്നതൊക്കെ ഒരുവിധം സഹജമായി മാറുന്നുണ്ട്. ഒരു ദിവസം ചീനിയോട് വന്ന് മിഷ്ടി ആൻറ്റി, എനിക്ക് വേണ്ടി എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെ കാണാൻ എൻ്റെ അമ്മയെ പോലെയുണ്ട്, അതുകൊണ്ടാണ് എന്ന് ചീനിയും പറയുന്നു. അന്ന് തൊട്ട് ചീനിയെ സ്വന്തം മകളെ പോലെ അവർ കാണാൻ തുടങ്ങുന്നു. ചീനിക്കും ജീവിതത്തിൽ വളരെ സങ്കടകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചീനി ഒരു ദിവസം അച്ഛനെ കാണാൻ പോവുകയാണ്. പക്ഷെ അവളുടെ അച്ഛൻ ചീനിയെ ഒരു മൂന്നാമതൊരാളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഏതോ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യണം അല്ലേ, സൈൻ ചെയ്തിട്ട് പൊക്കോളൂ എന്ന് പറയുന്നു. സൈൻ ചെയ്തിട്ട് കരഞ്ഞുകൊണ്ട് അവളും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. ഇപ്പോൾ രാത്രി റൂമിലിരുന്ന് സ്വന്തം അച്ഛന് ഞാനൊരു മകളായിട്ട് പോലും തോന്നുന്നില്ലല്ലോ എന്നോർത്ത് പൊട്ടിക്കരയുന്നു. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് മിഷ്ടി ആൻറ്റിയും വരുന്നത്. നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. എൻ്റെ 4ാം വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ രണ്ടാമതൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അങ്ങനെ ആ ഫാമിലിക്കൊപ്പമാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അദ്ദേഹത്തിന് രണ്ടാമത്തെ ഭാര്യയിൽ ഒരു മകളുണ്ടായി. അവളുടെ പേര് ടിയ. എപ്പോഴും ആ പെൺകുട്ടിക്ക് മാത്രമാണ് പ്രാധാന്യം. എൻ്റെ കോളേജ് പഠനം മുതൽ ഞാൻ ഇത്രത്തോളം മുന്നേറിയതിന് ഞാൻ മാത്രമാണ് കാരണം. എന്നെ എൻ്റെ അച്ഛൻ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഇപ്പോൾ പോലും എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച് ഏതോ സ്വത്ത് വിവരത്തിൽ ഒപ്പിട് വെച്ചിട്ട് പുറത്തു വിട്ടു. ഞാൻ സത്യമായിട്ടും എൻ്റെ അമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നു. അമ്മയുടെ സ്നേഹം പോലും അറിയാതെ ഞാൻ വളർന്നുപോയി എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മിഷ്ടിക്കും സങ്കടമാവുന്നുണ്ട്. നിനക്ക് അമ്മയായിട്ട് ഞാനുണ്ട്, ഇനി മുതൽ നീ എന്നെ അമ്മയെന്ന് വിളിച്ചോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചീനിക്കും കുറച്ച് സമാധാനമാവുന്നുണ്ട്. ഇവിടെ മറുവശത്ത് മിഷ്ടി ആൻറ്റിയുടെ വീട് കാണിക്കുന്നു. ആൻറ്റി കുറെ നാളായി അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ടും വീട്ടിലേക്ക് വിളിക്കാത്തത് കൊണ്ടും ഭർത്താവും മകളും മിഷ്ടിയില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. വീട്ടുജോലികളെല്ലാം ഭർത്താവിന് തന്നെ ചെയ്യേണ്ടി വരുമ്പോൾ തൻ്റെ ഭാര്യ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് നോക്കിയിരുന്നതെന്ന് കുറേശ്ശേയായി അദ്ദേഹത്തിന് മനസ്സിലാകാൻ തുടങ്ങുന്നു. ഇവിടെ മിഷ്ടി സ്വന്തം കൈകൊണ്ട് ചീനിക്ക് രുചികരമായ പാചകം ചെയ്ത് ചിക്കനും മറ്റും നൽകുന്നുണ്ട്. അപ്പോഴാണ് ചീനി താൻ കോഫി ഷോപ്പിൽ കണ്ട അനിരുദ്ധ് എന്ന പയ്യനെക്കുറിച്ചും അവനോട് തനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടെന്നും എന്നാൽ അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ മിഷ്ടിയുടെ ഭർത്താവ് സ്വന്തം മകളോട്, അമ്മയ്ക്ക് കോൾ ചെയ്തോ, അമ്മ നിനക്ക് കോൾ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛാ, അമ്മയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സായി, കോൾ ചെയ്താൽ ബിസിയാണ് എന്ന് പറയാണ്. അവൾക്ക് എന്താ ഫ്രണ്ട്സുമായിട്ട് ഇടപഴകിക്കൂടെ, ആരുടെ കൂടെയെങ്കിലും കൂടി ചേർന്ന് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പഠിക്കോ എന്ന് ഭർത്താവ് ഭയപ്പെടുന്നു. ഇവിടെ ചീനിയും മിഷ്ടിക്കൊപ്പം ചേർന്ന് സിനിമയ്ക്ക് പോകുന്നു. അങ്ങനെ ലൈഫ് സന്തോഷമായി ജീവിക്കുക എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതേ കോഫി ഷോപ്പിൽ നമ്മുടെ അനിരുദ്ധിനെ കാണുന്നു. അപ്പോൾ അനിരുദ്ധ് തൻ്റെ ഗേൾ ഫ്രണ്ടായ പാർവതി തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ലെന്നും അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്, പക്ഷെ അവൾ എൻ്റെ കോള് വെയിറ്റിങ്ങിലാക്കിയിട്ട് രാത്രി മുഴുവൻ വേറെ ആരുടെയൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനിലുണ്ടെങ്കിലും റിപ്ലൈ ചെയ്യുന്നില്ല. 10 മണിക്ക് ഗുഡ് നൈറ്റ് പറയും, പക്ഷെ ലാസ്റ്റ് സീൻ 2 മണിക്കായിരിക്കും. എന്നെ കൊല്ലുകയാണ് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അനിരുദ്ധിന് ആ പാർവതി കോൾ ചെയ്തിട്ട് 2 പേർക്കും മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അനിരുദ്ധ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് അവൻ്റെ ഗേൾ ഫ്രണ്ട് പാർവതി ഒരു ബോംബ് പൊട്ടിക്കുന്നത്.
നീ കോൾ ചെയ്തപ്പോൾ ബിസി എന്ന് വന്നില്ലേ? ആക്ച്വലി ഞാൻ വേറൊരു പയ്യനോട് സംസാരിക്കുകയായിരുന്നു. അവനും എനിക്കും വെയിൽ ലെങ്ത് കറക്റ്റായിട്ട് മാച്ച് ആകുന്നുണ്ടെന്ന് അറിയാമോ? അതുകൊണ്ട് ഞാൻ അവനുമായി ഇഷ്ടത്തിലായി. അതേടാ, നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി മുതൽ നമ്മൾ കാണുകയോ സംസാരിക്കുകയോ ഒന്നും വേണ്ട. എന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ അനിരുദ്ധന്റെ കാശിൽ എല്ലാം സുഖിച്ച് നടന്നിട്ട് അവനെയും പറ്റിച്ചിട്ട് പോകുന്നു ആ പാർവതി. ഇപ്പോൾ അനിരുദ്ധൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നു. ഭയങ്കരമായി മദ്യപിക്കുന്നു. അപ്പോഴാണ് അവന് നമ്മുടെ ചീനിയെ ഓർമ്മ വരുന്നത്. ചീനി തന്നെ നമ്പർ കൊടുത്തിട്ട് പോയിരുന്നല്ലോ. അങ്ങനെ ചീനിക്ക് ചുമ്മാ കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാണ്. ഇതിനിടയിൽ നമ്മുടെ മിഷ്ടി ആൻറ്റിക്ക് മകളുടെ കോൾ വരുന്നുണ്ട്. സ്കൂളിൽ പ്രിൻസിപ്പൾ വിളിക്കുന്നുണ്ടെന്നും അവിടേക്കൊന്ന് വരാമോ എന്നും ചോദിക്കുന്നു. മിഷ്ടിയും എന്താണ് സംഭവം എന്നറിയാൻ സ്കൂളിലേക്ക് പോകുന്നു. എന്നാൽ ആ സ്ഥലത്താണ് വലിയൊരു ഞെട്ടൽ കാത്തിരിക്കുന്നത്. അവിടെയുള്ള പ്രിൻസിപ്പൾ വേറെ ആരുമല്ല, അവർ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ടീച്ചറാണ്. ഇപ്പോൾ മിഷ്ടിയുടെ കൂടെ ഭർത്താവും മകളും വന്നിട്ടുണ്ട്. അവർക്ക് മുമ്പിൽ വെച്ച് ആ ടീച്ചറുടെ അടുത്ത് നമ്മുടെ മിഷ്ടി കൈയോടെ പിടിക്കപ്പെടുന്നു. അപ്പോഴാണ് ആ ടീച്ചറിനും വിവാഹിതയായ സ്ത്രീയുടെ കൂടിയാണ് താൻ ഡേറ്റ് ചെയ്തതെന്ന സത്യം മനസ്സിലാവുന്നത്. അവിടെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ആ ടീച്ചറോട് ഞാനും എൻ്റെ ഭർത്താവും വിവാഹിതരാണെങ്കിലും ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല താമസിക്കുന്നത് എന്നൊക്കെ മിഷ്ടി പറയുന്നു. ഇതെല്ലാം കേട്ട് ഭർത്താവ് ഭയങ്കരമായി ഞെട്ടുകയും വല്ലാതെ തകർന്നു പോവുകയും ചെയ്യുന്നു. പുറത്തു വന്ന ഭാര്യയോട് ഒരു മൂന്നാമതൊരാളോട് എന്നെ വെച്ചുകൊണ്ട് നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നീ ദേഷ്യപ്പെട്ട് നിന്റെ അമ്മയുടെ വീട്ടിൽ പോയി എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. എന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ വല്ലാതെ മാറിപ്പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ഇവിടെ മറുവശത്ത് നമ്മുടെ അനിരുദ്ധ് തന്റെ കാമുകി പാർവതിയെ മറക്കാൻ കഴിയാതെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. എങ്ങനെയോ ആ സ്ഥലത്ത് വന്ന് നമ്മുടെ ചീനി അവനെ രക്ഷിക്കുന്നു. അങ്ങനെ കുറച്ച് ആഴ്ചകൾ അനിരുദ്ധിനൊപ്പം അവൾ സമയം ചെലവഴിക്കുന്നു. അവൻ ഡിപ്രഷനിലായിരിക്കുമ്പോൾ കൂടെ നിന്ന് ആശ്വസിപ്പിച്ച് അവനെ പതുക്കെ പതുക്കെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ ചീനിക്കും അനിരുദ്ധിനോട് ഒരു പ്രണയം തോന്നുന്നുണ്ട്. അനിരുദ്ധിനും പതുക്കെ പതുക്കെ ചീനിയോട് ഒരു ചെറിയ താല്പര്യം വരുന്നു. ഇനി 10 ദിവസം കഴിഞ്ഞാൽ വാലന്റൈൻസ് ഡേ വരികയാണ്. അന്ന് 14-ാം തീയതി നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാമോ എന്ന് അനിരുദ്ധ് ചീനിയോട് ചോദിക്കുന്നു. ചീനിയും ഒരു റെസ്റ്റോറൻറ്റിൽ വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഉള്ളിൽ ഒത്തിരി പ്രണയം ഒളിപ്പിച്ചു വെച്ച് അത് വാലന്റൈൻസ് ഡേ അന്ന് തുറന്നു പറയാമെന്ന് വിചാരിക്കുന്നു. അതേസമയത്ത് അനിരുദ്ധിന്റെ പഴയ കാമുകി പാർവതി തിരിച്ചു വരുന്നു. നമ്മുടെ അനിരുദ്ധിനോട് വന്ന് സോറി ചോദിച്ചിട്ട് ഞാൻ ലവ് യു പറയാൻ പോയ ആ പയ്യൻ എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് മാത്രമാണ് എന്നെ സ്നേഹിച്ചത്. ഒരു 3 ആഴ്ച പോലും ആ പ്രണയം നീണ്ടു നിന്നില്ല. ഞാൻ കല്യാണം വരെയൊക്കെ ചിന്തിച്ചിരുന്നു. അവസാനം എന്നെ പറ്റിച്ചിട്ട് പോയി. ഇപ്പോഴാടാ അനിരുദ്ധ് നിന്റെ സ്നേഹം എനിക്ക് മനസ്സിലായത്. ഐ ലവ് യുടാ എന്ന് പറഞ്ഞ് അവൾ അനിരുദ്ധിന്റെ കൂടെ വന്ന് ചേരുന്നു. ഇപ്പോൾ അനിരുദ്ധിന് ചീനിയെ വേണോ അതോ ഉപേക്ഷിച്ച് പോയ പാർവതിയെ വേണോ എന്ന് കൺഫ്യൂഷൻ ആവുന്നു. എന്ത് തീരുമാനം എടുക്കണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇത് കാരണം അനിരുദ്ധ് ചീനിയുടെ കോള് പൂർണ്ണമായും ഒഴിവാക്കുന്നു. ഇവിടെ ചീനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അവർക്കും അനിരുദ്ധിനോട് പ്രണയം തോന്നിയിരുന്നല്ലോ. അനിരുദ്ധ് തന്നെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പ്രണയിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വന്തം അമ്മയെ പോലെ കാണുന്ന മിഷ്ടിയോട് അവർ ഷെയർ ചെയ്യുന്നു. മിഷ്ടിയും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നീ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ പയ്യനും നിന്നോട് താല്പര്യമുള്ളത് പോലെ തന്നെയാണ് തോന്നുന്നത്. അവൻ വാലന്റൈൻസ് ഡേ ആണെന്ന് തീർച്ചയായിട്ടും നിന്നെ തേടി വരും, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുന്നു. അങ്ങനെ വാലന്റൈൻസ് ഡേ വരുന്നു. ചീനിയും റെസ്റ്റോറൻറ്റിൽ പോയി അനിരുദ്ധിനായി വെയിറ്റ് ചെയ്യാണ്. എന്നാൽ അനിരുദ്ധ് വേറൊരു റെസ്റ്റോറൻറ്റിൽ പാർവതിക്കൊപ്പം ഇരിക്കുകയാണ്. ചീനി വെയിറ്റ് ചെയ്യാണ്. അനിരുദ്ധിന് കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. അവൻ കോൾ എടുക്കാത്തത് കൊണ്ട് അവൻ മറന്നുപോയി. അവൻ എൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നു. ഇവിടെ നമ്മുടെ അനിരുദ്ധിന്റെ കയ്യിൽ പിടിച്ച് പാർവതി ഇരിക്കുകയാണ്. അപ്പോഴാണ് അനിരുദ്ധിന് ഈ പാർവതി എപ്പോൾ വേണമെങ്കിലും മാറും, വീണ്ടും വേറെ നല്ല സുന്ദരനായ പയ്യൻ വന്ന അവനെ ലക്ഷ്യമാക്കി പോവും, അതുകൊണ്ട് ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി മുതൽ ചീനി മതി എന്ന് തീരുമാനിക്കുന്നു. അവിടെ വെച്ച് തന്നെ പാർവതിയോട് സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചീനിയെ ലക്ഷ്യമാക്കി ഓടുന്നു. ആ റെസ്റ്റോറൻറ്റിൽ വന്ന് നോക്കുമ്പോൾ മാഡം എപ്പോഴാണ് പോയത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് എങ്ങനെയോ റോഡിൽ തിരഞ്ഞു പിടിച്ച് ആ വാലന്റൈൻസ് ഡേ അന്ന് തന്നെ ചീനിയുടെ മുന്നിൽ മുട്ടുകുത്തി എന്നെ തേടി പാർവതി തിരികെ വന്നു. എനിക്കപ്പോൾ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് കുറച്ചൊന്ന് കുഴങ്ങിപ്പോയത്. പക്ഷേ എൻ്റെ ഡിസിഷൻ ഇപ്പോൾ ഞാൻ എടുത്തു. എനിക്ക് നീ തന്നെ മതി ചീനി എന്ന് പറയുന്നു. ചീനി ആ സ്ഥലത്ത് ഭയങ്കരമായി ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ അനിരുദ്ധിന്റെ കരണത്തടിച്ചിട്ട് അവിടെ വെച്ച് തന്നെ കെട്ടിപ്പിടിക്കുന്നു. ഇപ്പോൾ ഇവരുടെ പ്രണയം ഒന്നിക്കുന്നു. ഇവിടെ മിഷ്ടിയുടെ ഭർത്താവും വളരെ സങ്കടപ്പെട്ട് രണ്ടുപേർക്കും മീറ്റ് ചെയ്യാമെന്ന് പറയാണ്. മിഷ്ടിയും ഭർത്താവിനെ മീറ്റ് ചെയ്യാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഭർത്താവും നീ ഇല്ലാത്തപ്പോഴാണ് നിന്നെ ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. എല്ലാം മറന്ന് വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ എങ്ങനെ അറിയാം? പ്രധാനമായും ഭാര്യയെ കണ്ടാൽ ഞാൻ വണ്ണമുള്ളവളാണ്, ഭംഗിയില്ല, വീട്ടു ജോലി ചെയ്യണം, ഒരു ബഹുമാനവും ഇല്ലാതെയാണ് നടത്തിയത്. അപ്പോൾ എനിക്കും എൻ്റെ ആത്മാഭിമാനം പ്രധാനമല്ലേ? എനിക്കിങ്ങനെ പുറത്തു വരുമ്പോഴോ 4 ആൾക്കാരോട് ഇടപഴകുമ്പോഴോ ആണ് എൻ്റെ വില എനിക്ക് മനസ്സിലാവുന്നത്. ആ വീട്ടിലേക്ക് വന്നാൽ ഞാൻ വീണ്ടും ഒരു അടിമയെ പോലെ ആയേക്കാം. അതുകൊണ്ട് ആ വീട്ടിലേക്ക് എനിക്കിനി വരാൻ കഴിയില്ല എന്ന് പറയുന്നു. ഭർത്താവ് എത്ര കെഞ്ചി ചോദിച്ചിട്ടും അവർ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. നാളെ നമ്മുടെ ആനിവേഴ്സറി വരികയാണ്, കുറഞ്ഞത് നമ്മുടെ മകളുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നീ വീട്ടിലേക്ക് വാ എന്ന് വിളിക്കുമ്പോൾ അവരും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ മിഷ്ടിയും വീട്ടിലേക്ക് പോകുന്നു. മകളും ആനിവേഴ്സറിക്ക് ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരി, നമ്മുടെ പയ്യൻ അനിരുദ്ധ് എവിടെ എന്ന് മിഷ്ടി ചോദിക്കുന്നു. അവിടെയാണ് വലിയൊരു ടെസ്റ്റ്. അതെ, നമ്മുടെ ഹീറോയിന്, അതായത് ഈ മിഷ്ടി ആൻറ്റിക്ക് ഒരു മകനുണ്ട്. അവൻ മറ്റാരുമല്ല,
നമ്മുടെ ഹീറോ അനിരുദ്ധാണ്. അനിരുദ്ധും അമ്മേ, ഞാൻ അമ്മയ്ക്കൊരു പെൺകുട്ടിയെ പരിചയപ്പെടുത്താൻ പോവാണ്, ചീനി വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവിടെ ചീനിയെ കണ്ട മിഷ്ടിയും വല്ലാതെ ഞെട്ടുന്നുണ്ട്. അപ്പോൾ നീ ലവ് ചെയ്യുന്നു പറഞ്ഞ പയ്യൻ എൻ്റെ മകൻ അനിരുദ്ധായിരുന്നോ എന്ന് ചോദിക്കുന്നു. എടി, നിന്നെ സ്വന്തം മകളെ പോലെയാണല്ലോ കണ്ടത്, അവസാനം എന്നെ അമ്മായിയമ്മയാക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവരവിടെ കരയുന്നു. ആ ചീനിയെ തന്റെ മകന് വേണ്ട എന്ന് മിഷ്ടി പറയുന്നു. ഈ ചീനി ഒരുപാട് പയ്യന്മാരുമായി ഇടപഴകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഇവളുടെ സ്വഭാവം ശരിയല്ല, അതുകൊണ്ട് എൻ്റെ മകൻ ഇവള് ചേരില്ല എന്നും പറയുന്നു. ചീനിയുടെ മനസ്സും ആ സ്ഥലത്ത് തകർന്നു പോകുന്നു. ഇങ്ങനെ അമ്മയെ പോലെ ഇടപെട്ടവർ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ. നാട്ടുകാരുടെ മോനാണെന്ന് വിചാരിച്ച് എന്ത് അഡ്വൈസും നൽകി, അത് സ്വന്തം മകനാണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ പറയുന്നു. എല്ലാവരും ഒരുപോലെ തന്നെയാണല്ലോ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴാണ് മിഷ്ടിയോട് ചീനി, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് അറ്റൻഷൻ നൽകിയില്ലെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ എന്ത് തെറ്റാണോ ചെയ്യുന്നത് അതേ തെറ്റ് തന്നെയാണ് അപ്പോൾ അദ്ദേഹവും ചെയ്തത്, നിങ്ങൾ ചെയ്യുന്നതും തെറ്റാണെന്ന് ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അനിരുദ്ധന്റെ കൂടെ പോകുന്നു. അതെ, അനിരുദ്ധ് സ്വന്തം അമ്മയെ വിട്ടിട്ട് ഇപ്പോൾ ചീനിയുടെ കൂടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ചീനിയും അനിരുദ്ധും വീട്ടുകാരെ എതിർത്ത് സ്വന്തമായി കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു. മകൻ പിരിഞ്ഞു പോയതിനു ശേഷമാണ് മിഷ്ടി ആന്റിക്കും താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാവുന്നത്. ഞാൻ ആ പ്രണയം മനസ്സിലാക്കി പറയണമായിരുന്നു, ചീനിയേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ നമുക്ക് കിട്ടുമോ, നല്ലൊരു മരുമകളെ നമുക്ക് കിട്ടുമോ, ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നവർ ചിന്തിക്കുന്നു. മറുവശത്ത് ചീനിയും, ഞാൻ കുറച്ചുകൂടി ക്ഷമയോടെ സംസാരിക്കണമായിരുന്നു, അങ്ങനെ ആന്റിയെ ബുദ്ധിമുട്ടിപ്പിച്ച് വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ അവരുടെ കല്യാണം തന്നെ നിർത്തിവെച്ചിട്ട് നേരെ അമ്മായിയമ്മയായ മിഷ്ടിയെ കാണാൻ വരുന്നു. അങ്ങനെ മിഷ്ടിയെ താഴേക്ക് വിളിക്കുന്നുണ്ട്. നിങ്ങളൊരു അമ്മായിയമ്മയായിട്ട് ഈ കല്യാണത്തിന് വരണ്ട, അനിരുദ്ധന്റെ അമ്മയായിട്ടും വരണ്ട, എൻ്റെ കൂടെ ഇത്രയും നാൾ ഇടപെട്ടതല്ലേ, ഒരു നല്ല ഫ്രണ്ടായിട്ട് എൻ്റെ അമ്മയായിട്ട് കൂടെ വരാമോ എന്ന് ചോദിക്കുന്നു. ഇതിനോടകം തന്നെ മിഷ്ടി ഇതോർത്ത് വിഷമിച്ചല്ലോ. അവനും കണ്ണു നിറഞ്ഞ് അവിടെ വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ വരുന്നതിന് മുൻപ് ഒരാളെ വിളിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നേരെ ചീനിയെ കൂട്ടിക്കൊണ്ട് അവളുടെ അച്ഛനെയും വന്ന് കാണുന്നു. അപ്പോഴാണ് ചീനിയുടെ അച്ഛനോട്, നിങ്ങളുടെ മകൾ നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്തു, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മകളെ ഒട്ടും പരിഗണിച്ചില്ല, നിങ്ങളുടെ മകൾക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയോ എന്നൊക്കെ സ്വന്തം മകളുടെ വായ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. ഒരു ഘട്ടത്തിൽ ചീനിയുടെ അച്ഛനോട്, നിങ്ങൾ ചീനിയുടെ അച്ഛനായിട്ട് ഈ കല്യാണത്തിന് വരണ്ട, കാരണം ഞാൻ തന്നെയാണ് ചീനിയുടെ അമ്മയായും ഈ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ വെറുതെ ഈ കല്യാണത്തിന് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ക്ഷണക്കത്ത് കൊടുത്തിട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പൊ എല്ലാവരും ഒന്നു ചേരുന്നു. ഇപ്പോൾ ചീനിക്കും അനിരുദ്ധിനും നല്ല രീതിയിൽ കല്യാണവും നടക്കുന്നു. ആ കല്യാണത്തിൽ മിഷ്ടി ആന്റിയും കുടുംബത്തോടെ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ മിഷ്ടി ആന്റിയുടെ ഭർത്താവ് മാത്രം തന്റെ ഭാര്യ ഇപ്പോഴും എന്നോട് ശരിയായി സംസാരിച്ചില്ലല്ലോ എന്ന വിഷമത്തിലാണ്. അപ്പോഴാണ് ഭർത്താവ് വന്നിട്ട്, നിന്നോട് ഞാനൊരു സത്യം മറച്ചു വെച്ചു, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സർക്കാർ ജോലി ഇപ്പോൾ എനിക്കില്ല, അതായത് ഒരു 1.5 വർഷം മുൻപേ ആ ജോലി പോയി, അതുകൊണ്ട് ഞാനൊരു ലോൺ പിടിച്ചു കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. EMI അടയ്ക്കാത്തവരിൽ നിന്ന് EMI കളക്ട് ചെയ്യുന്നതും ലോൺ പിടിച്ചു കൊടുക്കുന്നതുമായ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രഹസ്യമായി ഞാൻ ഒരുപാട് കോൾസ് സംസാരിച്ചത്, അതിനെ നീ തെറ്റിദ്ധരിച്ചു. അന്ന് റോഡിൽ വെച്ചൊരു പെൺകുട്ടിയോട് സംസാരിച്ച് അവളെ ഹഗ് ചെയ്തതുപോലും ഈ ലോൺ കാശ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന കാര്യം നിന്നോട് പറഞ്ഞാൽ നീ അപമാനമായി കരുതുവോ, എന്നെ വില കുറച്ച് കാണുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് അദ്ദേഹം കണ്ണു നിറഞ്ഞു പറയുന്നു. അവിടെ മിഷ്ടി ആന്റിക്കും ഒരു കാര്യം മനസ്സിലാവുന്നു. ഒരു ഭർത്താവിന് നല്ല ജോലിയില്ലെങ്കിൽ, നല്ല കാശ് തന്നില്ലെങ്കിൽ ഇവിടെയുള്ള ഭാര്യമാർ വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തെ വില കുറച്ച് കാണും. അതുകൊണ്ടും ഭർത്താക്കന്മാർ ചില കാര്യങ്ങൾ നമ്മളിൽ നിന്നും മറച്ചു വെക്കാറുണ്ട്. ഭർത്താവ് നന്നായി സമ്പാദിച്ചാലും ശരി, സമ്പാദിച്ചില്ലെങ്കിലും ശരി, അദ്ദേഹം നമ്മുടെ ഭർത്താവാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ ഭാര്യമാരും ഭർത്താവിനെ ബഹുമാനിച്ച് അദ്ദേഹത്തിനുള്ള സ്പേസ് കൊടുത്ത് സന്തോഷത്തോടെ ഇരിക്കണം എന്ന സത്യം അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ഭർത്താവിനൊപ്പം അവരൊന്നു ചേരുന്നു. അവസാനം നമ്മുടെ ചീനിയും ഈ ആന്റിയും ഒരുമിച്ചിരുന്ന്, ഇപ്പോൾ നമ്മളെപ്പോലൊരു അമ്മായിയമ്മ മരുമകളെ കാണാനേ കഴിയില്ല എന്ന് പറഞ്ഞ് വളരെ രസകരമായി അവിടെ ബിയർ കുടിക്കുന്ന പോലെ കാണിച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.